മോളെ അമ്മു. കയ്യിൽ ഒരു ചായക്കപ്പുമായി വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നവർക്ക് നേരെ അവൾ നേർത്ത ഒരു പുഞ്ചിരി നൽകി. അധികം ആഭരണങ്ങളൊന്നുമിടാതെ, എന്നാൽ അത്യാവശ്യം വേണ്ടതൊക്കെയിട്ട്, ചുവപ്പ് കരയുള്ള നേരിയതും അതിന് മാച്ചാവുന്ന ചുവപ്പ് ബ്ലൗസുമിട്ട്, നെറ്റിയിൽ ചന്ദനവും മുടിയിൽ തുളസിക്കതിരും ചൂടി ചിരിച്ചുകൊണ്ടുവന്നവർ അവളുടെ ബെഡിനരികിലുള്ള ടീപ്പോയിൽ ചായക്കപ്പ് വെച്ചു. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? വാത്സല്യത്തോടെ കവിളിൽ തലോടി ചോദിക്കുന്നവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ലിയ. ഇപ്പോ കുറവുണ്ടമ്മേ. തൻ്റെ നേർക്ക് സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നവർക്ക് അവൾ മറുപടി നൽകി. എങ്കി മോൾ ഈ ചായ കുടിക്ക്. കുറച്ചു കഴിഞ്ഞാ ഞാൻ കഴിക്കാനുള്ളതുമായി വരാം. അമ്മേ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകാനൊരുങ്ങിയ അവരുടെ കയ്യിൽ പിടിച്ച് ലിയ വിളിച്ചു. എന്താ മോളെ, എന്തെങ്കിലും വേണോ? അത് പിന്നെ ഞാനും കൂടി താഴോട്ട് വന്നോട്ടെ? ഇപ്പോ എനിക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ദയനീയതയോടെ ചോദിക്കുന്നവളുടെ അടുത്തേക്ക് നിറഞ്ഞ കണ്ണുകളോടെയാണ് അമ്മ ചെന്നിരുന്നു. അയ്യോ മോളെ, അത് പ്ലാസ്റ്റർ അയച്ചിട്ട് 2-3 ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പോ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണില്ലേ? അവളുടെ കാലിൽ തടവിക്കൊണ്ട് അവർ ചോദിച്ചു. ഇല്ലമ്മേ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പ്ലീസ് അമ്മേ, ഞാനും കൂടി വന്നോട്ടെ. എത്ര കാലായി ഞാൻ ഈ മുറി വിട്ട് പുറത്തിറങ്ങിയിട്ട്. അവൾ പറഞ്ഞത് കേട്ട് ആ അമ്മയുടെ ഉള്ളി പിടഞ്ഞു. നേരാണ് അമ്മ പറയുന്നത്. അവൾ ഇവിടെ വന്നതിൽ പിന്നെ ഈ മുറി വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അല്ലെങ്കിലും എങ്ങനെ ഇറങ്ങാനാണ്? ദേഹമാസകലം മുറിവുകളുമായല്ലേ അവൾ ഇവിടെ കഴിഞ്ഞത്. ഇപ്പോ ഒക്കെ ഭേദമായി വരുന്നതേയുള്ളൂ. കയ്യിലെയും കാലിലെയും പ്ലാസ്റ്റർ അയച്ചിട്ട് പോലും ഏതാനും ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ മോളെ, ദീപു അവനറിഞ്ഞ എന്നെ വഴക്ക് പറയില്ലേ? അത് കേട്ടതും അവളുടെ മുഖം വാടി. അതുവരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇന്നെങ്കിലും ഒന്ന് പുറത്തിറങ്ങാമെന്ന്. സങ്കടത്തോടെ മുഖം കുനിച്ചിരിക്കുന്നവളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമമായി. അവനെന്തായാലും ഇന്നിവിടെ എത്തില്ല. നാളെ രാത്രിയാകും തിരികെ എത്താനെന്നാണ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് മോള് എൻ്റെ കൂടെ താഴെ നിന്നോളൂ. നാളെ അവൻ വരുന്നതിന് മുന്നേ ഇങ്ങ് റൂമിൽ കയറിയിരിക്കണം. ഇനിയും അവളെ സങ്കടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് സമ്മതിച്ചത്. അമ്മയുടെ വാക്കുകൾ കേട്ടതും അവളുടെ മുഖം വിടർന്നു. ഇന്ന് വരെ കാണാതിരുന്ന ഒരു സന്തോഷം ആ മുഖത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മോളെ, എൻ്റെ കൈപിടിച്ച് പതുക്കെ നടന്നാ മതി കേട്ടോ. അവളുടെ കൈപിടിച്ച് നടന്നുകൊണ്ട് അമ്മ പറഞ്ഞു. സ്റ്റെയറിറങ്ങി നടക്കുമ്പോൾ ലിയയ്ക്കുള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. ആദ്യമായി ആ വീടിനകം അവൾ അമ്പരപ്പോടെ നോക്കിക്കണ്ടു. അത്യാഡംബരങ്ങളോടുകൂടിയ വലിയൊരു ബംഗ്ലാവ് തന്നെയാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ കണ്ടതും ജോലിക്കാരെന്ന് തോന്നിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂണിഫോം ഇട്ട ഒരു സ്ത്രീ അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഗീതേ, കഴിക്കാൻ എടുത്തു വെക്ക്. ആ അമ്മ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയോട് കൽപ്പിച്ചപ്പോൾ അവർ വേഗം തന്നെ അടുക്കളയിലോട്ട് ചെന്നു. മോളിരിക്കെ. ഡൈനിങ് ടേബിളിന് മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞതും അവൾ തനിക്കായി നീക്കി വെച്ചിരിക്കുന്ന ചെയറിൽ ഇരുന്നു. പാർവതി മേഡം, ഈ ഫയലിൽ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് കണ്ടാൽ 35 വയസ്സ് തോന്നിക്കുന്ന യുവാവ് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. ഇങ്ങ് കൊണ്ടുവാ. താല്പര്യമില്ലാത്തതുപോലെ അയാൾ കൊണ്ടുവന്ന ഫയലിലെല്ലാം പാർവതി ഒപ്പുവെച്ചു. എന്റെ കിഷോറെ, ഇനിയെങ്കിലും ഈ തലവേദന എനിക്കൊന്ന് ഒഴിവാക്കി തരാൻ നിന്റെ സാറിനോട് പറയോ? ഒരു ദിവസം തന്നെ എത്ര സൈനാ ചെയ്യേണ്ടത്? പോരാത്തതിന് ഇടയ്ക്കിടയ്ക്കുള്ള കമ്പനിയിൽ ചെന്നുള്ള കണക്ക് നോട്ടവും. എനിക്കിനി ഇതിനൊന്നും വയ്യ. ഒക്കെ എൻ്റെ പേരിൽ നിന്ന് മാറ്റണം എന്ന് എത്ര തവണ ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നു. കേൾക്കണ്ടേ ചെക്കൻ? ഞാൻ പറഞ്ഞ സാറ് കേൾക്കുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഒരു ചിരിയോടെ പറയുന്നവനെ നോക്കി പാർവതി ദയനീയമായി
ചിരിച്ചു. പാർവതി എന്ന ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും വളർന്നു നിൽക്കുന്ന കമ്പനിയുടെ പകുതി ഓഹരികളുമുള്ളത് പാർവതി എന്ന ഈ അമ്മയുടെ പേരിലാണ്. ബാക്കിയുള്ളത് മകൻ ദീപകിന്റെ പേരിലും. അച്ഛൻ സഹദേവൻ ഭാര്യ പാർവതിയുടെ പേരിൽ തുടങ്ങിയ ഒരു ചെറിയ കമ്പനി ഇന്ന് ഈ നിലയിലെത്തിച്ചത് അവരുടെ ഒറ്റ മകനായ ദീപക് എന്ന ദീപുവാണ്. വളരെ മുൻകോപിയും തന്റേടിയുമായ അവൻ ഈ ലോകത്ത് ആരെയെങ്കിലും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതവന്റെ അമ്മ പാർവതിയെ മാത്രമാണ്. 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട അച്ഛന്റെ മരണശേഷം തകർന്നുപോയ അമ്മയെ എങ്ങനെയൊക്കെയാണ് ഓക്കെ ആക്കിയെടുത്തത് എന്ന് അവൻ അറിയില്ല. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ ജീവിച്ചു തുടങ്ങിയതാണ് സദാശിവനും ഭാര്യ പാർവതിയും. പാർവതിയുടെ വീട്ടുകാർ അയാളെക്കാളും പണത്തിലും പ്രതാപത്തിലും മുന്നിൽ നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ പാർവതിയുടെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ രാത്രിക്ക് രാത്രി തന്റെ പ്രണയിനിയെയും കൊണ്ട് ഒളിച്ചോടിയതാണ്. ഒരുപാട് സുഖസൗകര്യങ്ങളിൽ വളർന്ന തന്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. എങ്ങനെയെങ്കിലും പാർവതിയുടെ വീട്ടുകാരുടെ മുന്നിൽ അവരെക്കാൾ നല്ല നിലയിൽ ജീവിച്ചു കാണിക്കണം എന്ന വാശിയോടെയാണ് പാർവതി എന്ന പേരിൽ ആദ്യം ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയത്. പിന്നീട് പെട്ടെന്നായിരുന്നു അവരുടെ വളർച്ച. കഷ്ടപ്പെട്ട് രാവും പകലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് അധ്വാനിച്ചുണ്ടാക്കിയതാണ് എല്ലാം. ബിസിനസ് വളർന്നു വരുന്നതോടൊപ്പം ഇരുവർക്കും ഇരട്ടി മധുരം എന്ന പോലെ ദീപുവും അവർക്കിടയിലേക്ക് വന്നു. മാഡം, ഈ കുട്ടിയെയാണോ അന്ന് ദീപു കൂട്ടിക്കൊണ്ടുവന്നത്? മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ കണ്ടതും അവളെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും ദീപു കിഷോറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യമായാണ് അവൻ അവളെ കാണുന്നത്. ആശ്ചര്യത്തോടെ അമ്മുവിനെ നോക്കി ചോദിക്കുന്ന കിഷോറിനോട് അതെ എന്ന് പാർവതി മറുപടി പറഞ്ഞു. മോനെ, നീ ഇവളെ കണ്ട കാര്യം അറിയാതെ പോലും ദീപുവിനോട് പറഞ്ഞു പോകരുത്. ഇവളെ റൂമിന് പുറത്തിറക്കി എന്നറിഞ്ഞാൽ എങ്ങനെയാണ് അവൻ പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. മകന് ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്നും ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ലെന്ന് ആ അമ്മക്ക് നല്ല പോലെ അറിയാം. ഇല്ല ആന്റി, ഞാനൊന്നും പറയില്ല. അല്ല, എന്താ ഇയാളുടെ പേര്? പാർവതിയുടെയും കിഷോറിന്റെയും സംസാരം ശ്രദ്ധിച്ചിരിക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. അമ്മു, ഞാനാ അവൾക്ക് ആ പേര് സമ്മാനിച്ചത്. അടുത്തിരിക്കുന്നവളുടെ തലയിൽ തലോടിക്കൊണ്ട് പാർവതി പറഞ്ഞു. അവളും ഒരു ചെറുപുഞ്ചിരിയോടെ അവനോട് തന്റെ പേര് പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ അമ്മു പാർവതിയുടെ കൂടെ തന്നെയായിരുന്നു. മുറ്റത്തിറങ്ങിയതും വലിയ പൂന്തോട്ടം കണ്ടപ്പോൾ അമ്മുവിന് വലിയ സന്തോഷമായി. ഇതുവരെ കാണാത്ത വിവിധ വർണ്ണങ്ങളിലുള്ള പല പേരുകളിൽ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് വെച്ചുപിടിപ്പിച്ച ഒട്ടനവധി ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു വലിയ പക്ഷിക്കൂടും അതിൽ നിറയെ പല പക്ഷികളുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവയെ നോക്കിയും കണ്ടും അമ്മു സമയം പോയതറിഞ്ഞില്ല. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ പുഞ്ചിരിയും പാർവതി സംതൃപ്തിയോടെ നോക്കിക്കണ്ടു. വൈകിട്ട് കുളിച്ചിറങ്ങിയവൾക്ക് ധരിക്കാനായി ഒരു ധാവണിയാണ് പാർവതി നൽകിയത്. ബ്ലാക്ക് കളർ പാവാടയും ബ്ലൗസും റെഡ് കളർ ഷാളിലും അവളുടെ ഭംഗി ഒന്നുകൂടി കൂടിയതുപോലെ പാർവതിക്ക് തോന്നിച്ചു. തലമുടി നന്നായി തോർത്താതിരുന്നതിനാൽ വഴക്ക് പറഞ്ഞ് തലമുടി പാർവതി തന്നെ ഉണക്കിക്കൊടുത്തു. ശേഷം മുടി കുളിപ്പിന്നലിട്ട് കണ്ണിൽ വാലിട്ട് മഷി കൂടി എഴുതി കൊടുത്തു. ഒരുക്കിക്കഴിഞ്ഞ അവളെ കണ്ണാടിക്ക് മുന്നിലായി തിരിച്ചു നിർത്തി പാർവതി. കണ്ടോ, ഇപ്പോ എന്റെ മോളെ കാണാൻ ദേവതയെ പോലെയുണ്ട്. അമ്മുവിനും ആ വേഷത്തിൽ എന്തോ ഒരു പുതുമ തോന്നിയിരുന്നു. താൻ ഇതിനു മുൻപും ഇതുപോലെ തന്നെയാണോ എന്നവൾ ഓർക്കാതിരുന്നില്ല. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഇവരുമായുള്ള തന്റെ ബന്ധം എന്താണെന്നും അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും താനിവിടെ സുരക്ഷിതയാണെന്ന് അവൾക്കറിയാം. മതി സൗന്ദര്യം ആസ്വദിച്ചത്, നമുക്കിന്ന് 2 പേർക്കും കൂടി കുക്ക് ചെയ്യാം. അമ്മുവിന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ പാർവതിയുടെ ഉള്ളിലും
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ടായിരുന്നു. വൈകിയാണെങ്കിലും ഒരു മോളെ ദൈവം തനിക്ക് തന്നതിൽ അവർ അതീവ സന്തോഷത്തിലായിരുന്നു. പാർവതിയും അമ്മുവും തിരക്കിട്ട കുക്കിങ്ങിലാണ്. യൂട്യൂബിൽ നോക്കിയാണ് ഈ സാഹസം. എപ്പോഴും വിഷാദഭാവത്തിൽ മാത്രം കണ്ടിരുന്ന തങ്ങളുടെ പാർവതി മേഡം അമ്മ വന്നതിൽ പിന്നെയാണ് ഒന്ന് ചിരിച്ചു കണ്ടതെന്ന് ഗീത ഓർക്കുമായിരുന്നു. ആരാണെന്ന് പോലും അറിയാത്ത ഈ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെയാണ് അവർ കാണുന്നതെന്ന് ഗീത ഉൾപ്പെടെയുള്ള മുഴുവൻ ജോലിക്കാർക്കും അറിയാമായിരുന്നു. എങ്കിലും അവളെ, അമ്മുവിനെ മാത്രം ആരും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. സുഖമില്ലാതെ കിടക്കുമ്പോഴും അമ്മുവിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കിയത് പാർവതി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യമായി അമ്മുവിനെ കണ്ട ഞെട്ടലും സന്തോഷവും അവിടെയുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. കിച്ചണിൽ തമാശ പറഞ്ഞും ചിരിച്ചും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ ഒന്നും മുറ്റത്ത് കാർ വന്നതറിഞ്ഞില്ല. അകത്തേക്ക് കയറുമ്പോഴേ ദീപുവിന് കേൾക്കാമായിരുന്നു അമ്മയുടെ ചിരിയും കളിയും. ആദ്യമായാണ് ഇങ്ങനെ ഒരു കാര്യം ആ വീട്ടിൽ സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ താൻ വരുമ്പോഴൊക്കെ അമ്മ റൂമിൽ എന്തെങ്കിലും വായിച്ചിരിക്കുകയാവും. അധികം സംസാരമോ ഒന്നും കാണില്ല. ഇന്ന് പതിവിന് വിപരീതമായി എന്തു പറ്റിയെന്നറിയാൻ കിച്ചണിലോട്ട് ചെന്നവൻ മുന്നിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി. കയ്യിൽ തവിയുമായി അടുപ്പത്തിരിക്കുന്ന പാത്രത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ, കൂടെ ദാവണി ചുറ്റി നിറഞ്ഞ ചിരിയുമായി അമ്മയോട് എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടി. ആദ്യമായി കാണുന്നത് പോലെ അവളെ അവൻ നോക്കി നിന്നുപോയി. ആ വേഷത്തിൽ അത്രയും സുന്ദരിയായിരുന്നവൾ. ആദ്യമായി താൻ കയ്യിലേക്ക് കോരിയെടുത്തവളെ ഒരു നിമിഷം ഓർത്തുപോയി അവൻ. ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. ഈ മീറ്റിംഗിൽ തനിക്ക് ലഭിച്ച പ്രൊജക്റ്റുകളെ പറ്റിയോർത്ത് സന്തോഷത്തിൽ പാട്ടൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ചുരമിറക്കം ആയിരുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചു തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. പെട്ടെന്നാണ് കാറിന് മുന്നിലേക്ക് എന്തോ ഒരു രൂപം വന്ന് വീണത്. ഞെട്ടിക്കൊണ്ട് സ്റ്റിയറിംഗ് തിരിച്ച് ബ്രേക്കിട്ട് ചവിട്ടി നിർത്തി. കുറച്ചു നിമിഷമെടുത്തു എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കാറിൽ നിന്നും ഇറങ്ങി നോക്കുമ്പോൾ മുന്നിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന പെൺകുട്ടിയാണ് കണ്ടത്. മുകളിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീണതാണെന്ന് അവന് മനസ്സിലായി. എന്തോ ഭാഗ്യത്തിനാണ് തന്റെ കാർ അവളുടെ മേൽ കയറാത്തതെന്ന് ഓർത്തപ്പോൾ നെഞ്ചിൽ കൈവച്ചുപോയി. പിന്നെ ഒന്നും നോക്കാതെ കോരിയെടുത്ത് അവളെ കാറിൽ കയറ്റി. അടുത്ത ഒരു സുഹൃത്തായ ഡോക്ടർ നന്ദനെ വിളിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്നും അയാളെയും കൊണ്ട് വരികയാണെന്നും പറഞ്ഞു. ICUവിലേക്ക് കയറ്റുമ്പോൾ മുഖം നിറയെ ചോരയൊലിപ്പിച്ച് കിടക്കുന്നവളുടെ മുഖം ഒരു മാത്ര കണ്ടവനെ അവളുടെ അവസ്ഥ എന്താണെന്നറിയാതെ സമാധാനമുണ്ടായില്ല. ഒടുക്കം ICUവിൽ നിന്നിറങ്ങിയ നന്ദനാണ് പറഞ്ഞത് തലയിൽ എന്തോ മൂർച്ചയുള്ള ആയുധമോ കല്ലോ കൊണ്ട് ആഴത്തിലുള്ള മുറിവുണ്ടെന്നും ഉടനെ ഓപ്പറേഷൻ വേണമെന്നും. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവളുടെ ജീവൻ തിരികെ കിട്ടിയാൽ മതിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീപു ചെയറിലേക്കിരുന്നു. നീണ്ട മണിക്കൂറുകൾ കഴിഞ്ഞു. അപ്പോഴൊക്കെ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഇതുപോലൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടും ആരും സഹായിക്കാനില്ലാതെ ചോര വാർന്ന് റോഡിൽ മരിച്ചു കിടക്കുന്ന അച്ഛന്റെ മുഖമാണ്. അന്നു തൊട്ട് ആക്സിഡന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് എന്തോ ഒരു ഭയമാണ്. ഒടുക്കം ഓപ്പറേഷൻ സക്സസ് ആയെന്ന് നന്ദൻ പറഞ്ഞപ്പോഴാണ് അവന്റെ ശ്വാസം നേരെ വീണത്. വീട്ടിലേക്ക് എത്താതിരുന്ന ദീപുവിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞതനുസരിച്ച് പാർവതി അമ്മയും അവിടെ എത്തിയിരുന്നു. മാസങ്ങൾക്കു ശേഷമാണ് അവൾക്ക് ബോധം വന്നത്. അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്തിന് സ്വന്തം പേര് പോലും അവൾ മറന്നിരുന്നു. പിന്നെയും ഒരുപാട് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കഴിച്ചുകൂട്ടി. കഴുത്തിനും കയ്യിലും കാലിലുമെല്ലാം പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ആരോരുമില്ലാതെ കിടന്നവളെ പാർവതി സ്വന്തം മോളെ പോലെ കരുതി. പാർവതിയുടെ നിർബന്ധം കാരണം തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നും അവളെ വീട്ടിലേക്ക് മാറ്റിയതും. സ്വന്തം അമ്മയെപ്പോലെ അവളെ അവർ സ്നേഹിച്ച് പരിചരിച്ചു. അവൾ വന്നതിൽ പിന്നെയാണ് അമ്മയ്ക്ക് ഒരു ഉണർവ് വന്നതെന്ന് ആ മകനും തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾക്ക് മുന്നേ പ്ലാസ്റ്റർ അയച്ചപ്പോൾ തന്നെ താഴേക്ക് വരാൻ
അനുവാദം ചോദിച്ചവളെ ദേഷ്യത്തിൽ നോക്കി പേടിപ്പിച്ചിരുന്നവൻ. അവൾക്ക് സപ്പോർട്ടുമായി വന്ന അമ്മയ്ക്കും കിട്ടി കണക്കിന്. എന്നാൽ താൻ ഇന്ന് വരില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ അവളെ സ്വതന്ത്രയാക്കിയെന്ന് കണ്ടപ്പോൾ അവന്റെ മുഖം ദേഷ്യത്താൽ വരിഞ്ഞു മുറുകി. എന്തോ പറഞ്ഞു തിരിഞ്ഞപ്പോൾ അമ്മ കണ്ടു കണ്ണു ചുവപ്പിച്ച് നിൽക്കുന്നവനെ. അവളുടെ നോട്ടം ചെന്നിടത്തേക്ക് നോക്കിയ പാർവതിയും ഒരു നിമിഷം ഭയത്താൽ കിടന്നു വിറച്ചു.